നമസ്തേ. പ്രകൃതിയുടെ അനുഗ്രഹമാണ് രത്നങ്ങൾ. ഓരോ രത്നങ്ങൾക്കും ഒരു ശക്തിയുണ്ട്. അറിയാം രത്നങ്ങളെക്കുറിച്ച് രത്നശാസ്ത്രയിൽ. കൂടെയുള്ളത് ഉണ്ണികൃഷ്ണൻ ശിവാസ്, പ്ലാനറ്ററി ജെമോളജിസ്റ്റ്. രത്നശാസ്ത്രത്തിലേക്ക് സുസ്വാഗതം. നമസ്തേ. നമസ്തേ. എനിക്ക് തോന്നുന്നു നമുക്ക് രത്നശാസ്ത്രയ്ക്ക് ഒരു ചെറിയ ഇടവേള ഉണ്ടായിരുന്നു. എനിക്കൊരു 3 മാസത്തെ ഏകദേശം ഒരു ഇടവേള വന്നു. യാത്രകളും മറ്റ് കുറച്ച് തിരക്കുകളൊക്കെ ആയിട്ട് നമുക്കൊരു ചെറിയ ഗ്യാപ്പ് സംഭവിച്ചു. അതിനുശേഷം നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യാം. എനിക്കൊന്ന് രത്നശാസ്ത്രയിൽ നമ്മൾ അപൂർവങ്ങളായ രത്നങ്ങളെക്കുറിച്ച്, അത് കേട്ടുകേൾവി കുറവായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ സുപരിചിതമല്ലാത്ത പല രത്നങ്ങളും നമ്മൾ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താറുണ്ട്. ആ കാറ്റഗറിയിൽപ്പെടുന്ന ധാരാളം രത്നങ്ങൾ ഇനിയും ഇല്ലേ? പിന്നെ ധാരാളമുണ്ട്. ഇപ്പോൾ മനുഷ്യർക്ക് ഒരു സുപരിചിതമല്ലാത്ത രത്നങ്ങൾ ധാരാളമായിട്ടുണ്ട്. ധാരാളമായിട്ടുള്ള രത്നങ്ങൾ ഇപ്പം ഖനനം ചെയ്യുന്നുണ്ട് വിവിധ നാടുകളിൽ. അപ്പോൾ അതൊരു ലോങ് പ്രോസസ്സാണത്. അപ്പം എല്ലാ രത്നങ്ങളും, അതായത് നമ്മളിപ്പോൾ കേൾവിയുള്ള നമ്മുടെ ഇന്ദ്രനീലം, മരതകം, മഞ്ഞപ്പുഷ്യരാഗം, ഇങ്ങനെയുള്ള എല്ലാ രത്നങ്ങളും വിവിധ രാജ്യങ്ങളിൽ വിളഞ്ഞുണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ശ്രീലങ്കയിൽ നമുക്ക് ഇന്ദ്രനീലമുണ്ട്, ബാങ്കോക്കിലുണ്ട്, ആഫ്രിക്കൻ മൈനുകളുണ്ട്, ധാരാളമുണ്ട്. എന്നാൽ ഒരു രത്നം ആ നാട്ടിൽ മാത്രം വിളഞ്ഞുണ്ടാകുന്ന രത്നം ടാൻസനൈറ്റ് എന്ന് പറയും. ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രം. ടാൻസാനിയ എന്ന് പറയുന്ന സ്ഥലത്ത് കിളിമഞ്ചാരോ മൗണ്ടനാണത്. മൗണ്ടനിൽ സമീപത്തായിട്ട് കേവലം 4 കിലോമീറ്റർ താഴ്ചയിൽ 7 കിലോമീറ്റർ ചുറ്റളവിൽ മാത്രം വിളഞ്ഞുണ്ടാകുന്ന അപൂർവ രത്നം ടാൻസനൈറ്റ്. ടാൻസനൈറ്റ് ബ്ലൂ കളറാണ്. ബ്ലൂ ടു ഒരു പർപ്പിൾ കളർ പോലെ വരും അത്. അതിനകത്ത് ആ കല്ലിനകത്ത് അടങ്ങിയിരിക്കുന്ന ട്രേസ് എലമെൻറ്റ്സ് അല്ലെങ്കിൽ സൂക്ഷ്മ മൂലകങ്ങളിൽ പ്രകാശരശ്മി തട്ടി അത് വ്യത്യസ്ത ദിശകളിൽ പല നിറത്തിലാണ് വരുന്നത്. പല ആംഗിളിൽ പല നിറത്തിൽ, പല കളറിൽ കാണാം. ഭയങ്കര ബ്ലൂ അത്. ആ ബ്ലൂ കണ്ടാൽ നമ്മൾ അത്രയും ബ്ലൂ നമ്മൾ കണ്ടു കാണില്ല ഒരു കല്ലിലും. ഇന്ദ്രനീലത്തിനൊന്നും അത്രയും ബ്ലൂ കളറില്ല. അത് ഈ ശരിക്കും ടാൻസാനിയയിൽ അത് ഉണ്ടാകുന്നത് എന്ന് വെച്ചാൽ ഈ മലനിരക്കിനിടയിൽ ഈ മാസായി ഗോത്രവർഗ്ഗക്കാർ ആണ് കണ്ടെടുക്കുന്നത്. കാട്ടുതീക്ക് ശേഷം കാട്ടുതീ പടർന്നപ്പം ആ കാട്ടുതീ അണഞ്ഞതിന് ശേഷം ഇവർക്ക് ഇങ്ങനെ തിളങ്ങുന്ന നീലക്കല്ല് കണ്ടെടുക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണത് കണ്ടെടുത്തത്. അപ്പോൾ ഡിസൂസ എന്ന് പറയുന്ന മാനുവൽ ഡിസൂസ എന്ന് പറയുന്ന ഒരു ഖനന വിദഗ്ധനുണ്ടായിരുന്നു. അദ്ദേഹമാണ് ഈ കല്ലുകൾ കളക്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ആദ്യം അത് ബ്ലൂ സഫയർ ആയിട്ട് ഇന്ദ്രനീലമായിട്ട് തെറ്റിദ്ധരിച്ചത് ഇതിൻ്റെ കളറ് കൊണ്ടിട്ടല്ലേ. പിന്നെ അത് അനേക പ്രോസസ്സ് വന്നപ്പോൾ ഇതിനകത്ത് സോയ്സൈറ്റ് എന്ന് പറയുന്നൊരു ഗ്രൂപ്പിൽപ്പെട്ട കല്ലാണെന്നും വെനേഡിയം എന്ന് പറയുന്ന സബ്സ്റ്റൻസാണ് ഇതിന് കളർ കൊടുക്കുന്നതെന്നൊക്കെ നമ്മൾ കണ്ടുപിടിച്ച് വന്നപ്പോൾ പിന്നെ ഇതിൻ്റെ അപൂർവമായിട്ടുള്ള ഇതിൻ്റെ ലസ്റ്റർ, തിളക്കം, അങ്ങനെയാണ് ഇത് ബ്ലൂ ഹാർഡ്നെസ്സും കുറവ്. ബ്ലൂ സഫയറിനേക്കാൾ ഹാർഡ്നെസ് കുറവാണ്. ബ്ലൂ സഫയർ 9 ഹാർഡ്നെസ് ആണെങ്കിൽ ഇത് അതിനടുത്തേ വരുന്നുള്ളൂ. 8, 7.5 ഹാർഡ്നെസ് വരുന്നുള്ളൂ. അപ്പോൾ ഹാർഡ്നെസ് ഒരു പ്രധാന ഘടകമാണ്. രത്നങ്ങളുടെ ഹാർഡ്നെസ്സാണ് ഈ രത്നം ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഏക മാർഗം. ഏകമാർഗമല്ല, പ്രധാന മാർഗങ്ങളിലൊന്ന്. അപ്പോൾ ഈ രത്നം കണ്ടുപിടിച്ചു, ഇതിൻ്റെ തിളക്കം കണ്ടുപിടിച്ചു. ഇത് ടിഫാനി ആൻഡ് കമ്പനി എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ വലിയ കമ്പനിയുണ്ട്. ഈ കമ്പനിയാണ് 1968 ഇതിന് പേരിടുന്നത്. 20-ാം നൂറ്റാണ്ടിൽ കണ്ടുപിടിച്ച കല്ലായത്. ഇതിന് ഭൂമിക്കടിയിൽ കിടപ്പുണ്ടായിരുന്നു, കണ്ടുപിടിച്ചത് അപ്പോഴാണ്, ആ സമയത്താണ്. അപ്പം ടിഫാനി ആൻഡ് കമ്പനിയാണ് ടാൻസനൈറ്റ് എന്ന് പേരിടുന്നത്. അത് ആ രാജ്യത്തോടുള്ളൊരു ആദരവ് സൂചകം കൂടെ ആയിട്ടായിരിക്കാം അങ്ങനെ ഇട്ടിരിക്കുന്നത്. വളരെ അപൂർവമായ ഭംഗിയും വെട്ടിത്തിളങ്ങുന്ന ശോഭയുള്ള കല്ലാണത്. പിന്നെ ഇത് വളരെ റെയർ ആയതുകൊണ്ട് ഇതിന് ഇന്ദ്രനീലത്തെക്കാളും വിലയുണ്ട്. ഒരു ഫിക്സഡ് വിലയില്ല.
ആ കല്ലിൻ്റെ കാരറ്റേജും കട്ടിങ്ങും ഒക്കെ അനുസരിച്ചിട്ട് വില ഉണ്ട്. ഇപ്പോൾ ടാൻസാനിയയിലൊക്കെ നമ്മൾ ചെന്നാൽ വലിയ സ്റ്റോറുകളുണ്ട്. സ്റ്റോറിൽ ഈ ടാൻസനൈറ്റ് വിൽക്കുന്ന സ്റ്റോറുകൾ മാത്രമുണ്ട്. ജെം ആൻഡ് ജുവലറി എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിലുകാർ ഈ രത്നത്തെ ഒന്ന് പ്രൊമോട്ട് ചെയ്തിരുന്നു. ഒരു വർഷം ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല, എനിക്ക് തോന്നുന്നത് 2014-15 തോന്നുന്നു. ടാൻസനൈറ്റ് ഇയർ ആയിട്ടത് പ്രഖ്യാപിച്ചു. അങ്ങനെ ഇത് വളരെയധികം അപൂർവത നിറഞ്ഞ കാരണം ഇതൊരിടത്തും ഉണ്ടാകുന്നില്ലല്ലോ. അതായത് സാധാരണ നമുക്ക് രത്നങ്ങൾ ഒരു പർട്ടിക്കുലർ ഏരിയ അല്ല, ഇപ്പം സഫയർ ആണെങ്കിൽ പോലും ശ്രീലങ്കയിലാണെങ്കിൽ മെയിൻ സോഴ്സ് എങ്കിലും മറ്റു പല രാജ്യങ്ങളിലും നമുക്കിത് അവൈലബിൾ ആയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു രത്നത്തിന് ഈ ഒരു ഒറ്റ മേഖലയിൽ അത്ര മാത്രമേ ഉള്ളൂ, ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രമേ ഇതിനകത്ത് കിട്ടുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ എനിക്ക് തോന്നുന്നത് ഭൂമിക്കടിയിൽ ഈ രത്നത്തിന് വേണ്ട അനേക മൂലകങ്ങളും ഘടകങ്ങളും ഒത്തുചേരുമ്പോഴാണ് ഒരു രത്നം രൂപപ്പെട്ട് വരുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ എനിക്ക് തോന്നണേ ഈ ഒരു സാഹചര്യമാണെങ്കിൽ ഇത് ഇനി ഫ്യൂച്ചറിലേക്ക് പോകുമ്പം ഈ സ്റ്റോൺ തന്നെ ചിലപ്പം കിട്ടാണ്ട് ഇപ്പോൾ തന്നെ അതിൻ്റെ വിദഗ്ധർ പറയുന്നത് അതിന് സ്കേഴ്സിറ്റി ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. കാരണം അതിന് മാത്രം മൈൻ ചെയ്യാൻ ഇപ്പോൾ ഉണ്ട്, ഇപ്പോൾ കിട്ടുന്നുണ്ട്. പക്ഷേ ഫ്യൂച്ചറിൽ നമുക്കറിയാൻ പറ്റില്ല, ചിലപ്പോൾ അത് ഈ അന്യം നിന്ന് പോവാ അല്ലെങ്കിൽ അതെ 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 അത് ആ പേരിന് ആ ടാൻസാനിയ എന്നുള്ള പേരും ടാൻസനൈറ്റും എല്ലാം കൂടെ അതിൻ്റെ ഒരു ഇണങ്ങി അതിൻ്റെ കല്ലിൻ്റെ ആ പ്രൗഢയും ഗാംഭീര്യവും ഒക്കെ കാണുന്നത് വളരെ ഭയങ്കര ഭംഗിയാണ്. കളറ് കൊണ്ടും അതെ അതെ ഒരു വളരെ ഫാൻസി ആയിട്ട് അതിൻ്റെ ഭംഗി കണ്ട് വാങ്ങിത്തരിക്കുന്നവരും ഉണ്ട്. ശരിക്കും അത് ഇന്ദ്രനീളത്തിൻ്റെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് പോലെ നമുക്ക് ഉപയോഗിക്കാവുന്ന കല്ല. കാരണം ബ്ലൂ കളറല്ലേ, മനസ്സിലായില്ലേ? നീല കളർ. ഓക്കെ, എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ഒരു സാധാരണക്കാർക്ക് ചിലപ്പം ഇത് ഇന്ദ്രനീലമാണോ അല്ലെങ്കിൽ ഇത് ടാൻസനൈറ്റ് ആണോ എന്ന് ചിലപ്പോൾ തിരിച്ചറിയാൻ പോലും സാധിക്കാതെ വരും അല്ലേ? അപൂർവമായ തിളക്കം അതിന്. അത്രയും നീല കൊണ്ട് ഒരു സൈഡ് നോക്കുമ്പോൾ ഈ വയലറ്റ് കളറിലേക്ക് വരുന്നുണ്ട്. ബ്ലൂവിൽ നിന്നും വയലറ്റ് കളറ്, പർപ്പിൾ കളർ, ഇങ്ങനെ ആ കളർ ചേഞ്ച് ഡിഫറെൻ്റ് ആംഗിളിൽ നമ്മൾ ആ കല്ലെടുത്ത് വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ ഡിഫറെൻ്റ് ആംഗിളിൽ ഡിഫറെൻറ്റ് കളറുകളാണ് വരുന്നത്. വെൽക്കം ബാക്ക് ടു രത്നശാസ്ത്ര. നമ്മൾ ടാൻസനൈറ്റ് എന്ന് പറയുന്ന ഒരു രത്നത്തെക്കുറിച്ചാണ് പറഞ്ഞു വന്നത്. എനിക്ക് തോന്നുന്നു ബ്ലൂ സഫയർ ആയിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു രത്നം കൂടെയാണ്. ഈ പറഞ്ഞ പോലെ ചിലപ്പം ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പം ബ്ലൂ സഫയർ മാച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഒരാൾക്ക് ഈ ഒരു രത്നവും ഉപയോഗിക്കാം. പക്ഷേ ഇതിൻ്റെ വില ബ്ലൂ സഫയറിനേക്കാളും കൂടുതലാണ്. കാരണം അതിൻ്റെ അത് കിട്ടാനുള്ള അതിൻ്റെ റെയറിറ്റി ലഭ്യതയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിന് വില കൂടും. അങ്ങനെയാണ് കല്ലുകൾക്ക് എപ്പോഴും സർപ്ലസ് ആയിട്ട് കല്ലുകൾ ഉണ്ടായി വന്നാൽ അല്ല മാർക്കറ്റിൽ വന്നാൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ വില കൂടും. എല്ലാ സാധനങ്ങളും അങ്ങനെ തന്നെയാണല്ലോ, അങ്ങനെ തന്നെ. അപ്പോൾ ഇതിൻ്റെ ഭംഗി കണ്ട് ഇത് ബ്ലൂ സഫയർ ആണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാം. ബ്ലൂ സഫയറിനൊന്നും ഈ കളറില്ല, ഈ കളർ ഇല്ല, കിട്ടാൻ പാടാണ്. കിട്ടും. കാശ്മീർ ബ്ലൂ എന്നൊക്കെ പറഞ്ഞ് മാർക്കറ്റിൽ വന്നിരുന്ന ചില കല്ലുകൾ ഈ കളറുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ ഇതിൻ്റെ ആ തിളക്കവും വിവിധ ആംഗിളിലുള്ള ഇതിൻ്റെ കളർ ചേഞ്ചസും വിവിധ തരത്തിലുള്ള ട്രേസ് എലമെൻറ്റ്സ് ഇതിനകത്ത് ഉണ്ട്. അത് അതിൻ്റെ കോമ്പിനേഷൻ ഓഫ് ട്രേസ് എലമെൻറ്റ്സ് അതാണ് ഇതിന് ഒരു പ്രത്യേകത ഉണ്ടാക്കുന്നത്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് നമുക്ക് ഉപയോഗിക്കുന്നവർക്കും ഉപയോഗിക്കാം. ഇപ്പോൾ ധാരാളം ആൾക്കാർ ഇതിന് എൻക്വയറി ഉണ്ട്. നമ്മൾ ഇത് എല്ലാ ഷോപ്പിലും കിട്ടത്തില്ല, കിട്ടുന്ന ഷോപ്പുകൾ വളരെ കുറവായിരിക്കണം. റയറായിട്ടുള്ളൊരു രത്നമാണ്. പിന്നെ ഈ പറഞ്ഞ രത്നത്തിൻ്റെ ഒരു വില നിർണ്ണയത്തിലേക്ക് വരുമ്പം അതിൻ്റെ ഒരു ലഭ്യതയാണ് മെയിൻ ഘടകം അല്ലേ? മെയിൻ ഘടകം. പിന്നെ ഇതിൻ്റെ കളറ്, കട്ട്, അതിൻ്റെ ക്ലാരിറ്റി ഒക്കെ അനുസരിച്ച് ഈ പ്രൈസിലുള്ള വേരിയേഷൻസ് വരും. വലിയ കല്ലുകൾക്ക് വലിയ വിലയുണ്ടാവും. പിന്നെ അതിൻ്റെ കട്ടിൽ വലിയ നമ്മൾക്ക് ഇപ്പോൾ സ്ക്വയർ, കുഷ്യൻ കട്ടിങ് അങ്ങനെയുള്ളതിനൊക്കെ നമുക്ക് സാധാരണ വില ഉണ്ടാവും. അതേസമയം പിയർ കട്ടിങ്ങിന് ഗോയിപ്പൊട്ട് പോലെ ഇരിക്കുന്ന കട്ടിങ്ങുകൾക്കൊക്കെ വില കുറവായിരിക്കണം. ആ കട്ടിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഡിപ്പെൻഡ് ചെയ്തിട്ട് അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ബ്ലൂ സഫയറിന് പകരം നമുക്ക് ഉപയോഗിക്കാമെങ്കിൽ വില വ്യത്യാസമുണ്ട്, വില അല്പം കൂടുതലാണ്. പക്ഷെ അതിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ അത് ഒരു
പ്രത്യേക ഭംഗി തന്നെയാണത്. അപ്പോൾ എല്ലാ ഷോപ്പുകളിലും കല്ല് വിൽക്കുന്ന ഷോപ്പുകളിൽ ഇത് കാണണമെന്നില്ല. ഒന്നാമത് ഇത് വാങ്ങി വെക്കണം, പിന്നെ ഇതിൻ്റെ ആവശ്യക്കാർ ഉണ്ടാകണം, പിന്നെ ആൾക്കാർക്ക് അറിയണം ഇതെന്താണ് ടാൻസനൈറ്റ് എന്ന് പറഞ്ഞൊരു കല്ലുണ്ടോ എന്ന് ആൾക്കാർക്ക് അറിയില്ല. നമ്മൾ പറയുമ്പോഴാണ് പലർക്കും അറിയാവുന്നവരുണ്ട്. എന്നാലും വളരെ മറ്റ് കല്ലുകൾ പോലെ സുപരിചിതമല്ലാത്തൊരു സ്റ്റോണാണിത് ടാൻസനൈറ്റ്. ഇപ്പം നമ്മൾ ബ്ലൂ സഫയർ ഉപയോഗിക്കുന്ന ഒരാൾക്ക് ഈ ഒരു ഉപയോഗത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞു. ഇപ്പം നമ്മൾ രത്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും പറയാറുണ്ട് അത് നമ്മൾ കൃത്യമായിട്ട് ഒരു വ്യക്തിയുടെ ആ ഒരു ബർത്ത് ചാർട്ടിനെ, ആളുടെ ജനന സമയവും അതുപോലെ തീയതിയൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം നമ്മൾ അതിലേക്ക് പോകണം. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ദശാകാലമോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റാറോ ഒക്കെ മാത്രം നോക്കിയിട്ട് പോകരുതെന്ന് നമ്മളല്ല. ഏത് രത്നങ്ങളും അതേപോലെ തന്നെ. ലൂസിഫറിൻ്റെ പക്ഷേ ജനങ്ങൾക്ക് പൊതുവേ ഒരു പേടി, അത് ശനിയുടെ രത്നം എന്നുള്ളൊരു ഭയമുണ്ട്. പക്ഷെ അങ്ങനെ ഭയപ്പെടേണ്ട കാര്യങ്ങളല്ല. ശനി എന്ന് പറയുന്ന പ്ലാനറ്റ് തന്നെ കർമ്മകാരകനും കർമ്മഗുണം തരുന്നയാളും നമ്മളെ ഒരു മനുഷ്യനെ ശരിക്കും സ്ട്രീം ലൈൻ ചെയ്യിക്കുന്ന ഒരു പ്ലാനറ്റാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ ശനി ദശാകാലങ്ങളൊക്കെ വരുമ്പോൾ നമ്മളൊരുപാട് പരീക്ഷണങ്ങളും അതും ഇതുമൊക്കെ ചലഞ്ചസും ഒക്കെ. പക്ഷെ ശരിക്കും അതൊന്ന് മോൾഡ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു നേച്ചറാണ് ശനിക്കുള്ളത്. ശനി ഒരു സ്ട്രിക്റ്റായിട്ടുള്ള ഒരു ആളാണ്. നമ്മളെ ഒന്ന് ശരിക്കൊന്ന് പോളിഷ് ചെയ്ത് റെഡിയാക്കി എടുക്കും. ശനിദശ കഴിയുന്നതോടുകൂടി നമ്മൾ പഠിക്കും എന്താണ് ലൈഫ്, എന്താണ് വാട്ട് ടു ഡു വാട്ട് നോട്ട് ടു ഡു എന്നുള്ള ആ ഒരു സംഭവം നമ്മൾ ശരിക്കും മനസ്സിലാക്കി തരുന്ന ഒരു കാലഘട്ടമായിരിക്കും. അത് ശരിക്കും ശനീശ്വര ഭഗവാൻ എന്നല്ല പറയുന്നത്. ശനിയും സൂര്യനെ മാത്രമേ നമ്മളൊരു ഭഗവാന്മാരായിട്ട് ഹിന്ദു പുരാണങ്ങളിൽ പറയുന്നുള്ളൂ. അപ്പോൾ അത്രയും പവർഫുള്ളാണ്, കർമ്മകാരകനാണ്, കലിയുഗത്തിൻ്റെ ഒരു സ്റ്റോണെന്ന് വേണേൽ പറയാം. അത്രയും ഇമ്പോർട്ടൻസ് ഈ കല്ലുകളുണ്ട്. ശനിയുടെ ദശാകാലങ്ങളാണ് നമുക്ക് പൈസയും മണിയൊക്കെ ഉണ്ടാകുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. ഇതിന് മുന്നേ ഉള്ള ദശാകാലം വരുന്നത് വ്യാഴദശയിൽ പക്ഷേ ഒരുപാട് പണം വന്ന് ചേരുന്ന അനുഭവമായിരിക്കുമല്ലോ. വ്യാഴത്തിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് അത് ഒരു ഡിവൈൻ പ്ലാനറ്റാണ്, ഡിവിനിറ്റിയാണ്. നമ്മളെ കൂടുതലും ഡിവൈൻ ടച്ച് കൊണ്ടുവരുന്ന ഒരു കാലഘട്ടം. നല്ല സത്സംഗങ്ങൾ, നല്ല ഗുരുക്കന്മാർ, നല്ല ആൾക്കാരുമായിട്ടുള്ള ബന്ധങ്ങൾ. പണം ഉണ്ടാകില്ല എന്നല്ല, അത് നമുക്ക് ഒരാളുടെ ബർത്ത് ചാർട്ട് അനുസരിച്ചിട്ടേ അത് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ വ്യാഴ ദശാകാലം കഴിഞ്ഞ് വരുന്ന 19 വർഷത്തെ ദശാകാലമാണ് ശനിദശ. ആ ശനിയിൽ നമുക്ക് അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവുമെങ്കിലും ശനി നന്നായി നിൽക്കുന്ന ചാർട്ടുകാർക്ക് ശനിയാണ് ഏറ്റവും കൂടുതൽ ഫലം നൽകുന്നത്. നല്ല ബിസിനസ്സുകാർ എന്നും ശനിയുടെ ഇൻഫ്ലുവൻസ് ഉള്ളവരായിരിക്കും. ഇരുമ്പും അയൺ മെറ്റൽസുമായിട്ട് ഏറ്റവും ബന്ധമുള്ള പ്ലാനറ്റും ശനിയാണ്. ശനിയുടെ രത്നത്തിൽ അയൺ ഓക്സൈഡും ടൈറ്റാനിയമാണ് നാച്ചുറലായിട്ടുള്ള കണ്ടൻറ്റ് വരുന്നത്, ബ്ലൂ കളറൊക്കെ വരുന്നത്. അപ്പോൾ അത് നമ്മൾ ഉപയോഗിക്കുമ്പം നമ്മൾ ഒരു ദശാകാലം ഒന്നും പറഞ്ഞ് പോയി മേടിച്ചിടരുത് ഒരിക്കലും. ശനിയുടെ ദശാകാലം എന്ന ശനിയുടെ കല്ല് ധരിച്ചേക്കാം ഒരിക്കലും. എനിക്ക് ഒരുപാട് ആൾക്കാർ അങ്ങനെ വരുന്നുണ്ട്. ഇത്ര വർഷത്തെ നമ്മുടെ എക്സ്പീരിയൻസ് ഞാൻ പറയും. ഒരിക്കൽ പോലും അങ്ങനെ ചെയ്യരുത്. നമുക്ക് സ്യൂട്ടബിൾ ആണെങ്കിൽ മാത്രമേ നമുക്ക് അനുകൂലമായ ഒരു പ്ലാനറ്ററി പൊസിഷൻ, അതിൻ്റെ രത്നം വേണം നമ്മൾ ധരിക്കാനായിട്ട്. അതിനൊരു എക്സാമ്പിൾ പറയാം. നമ്മളുമായിട്ട് ഓപ്പോസിറ്റ് ക്യാരക്ടറുള്ള ഒരു സുഹൃത്തിനെയും കൊണ്ട് നടക്കുന്നതാണോ, നമ്മളെ സ്നേഹിക്കുകയും നമ്മളെ മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു സുഹൃത്തിനെ കൊണ്ട് നടക്കുന്നതാണോ നമുക്ക് നല്ലത്? നമ്മളെ മനസ്സിലാക്കി അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെ കൊണ്ടല്ലേ നമ്മൾ നടക്കാൻ പറ്റുള്ളൂ. മറ്റേ എത്ര കാലം കൊണ്ട് നടക്കും? ഇത് സെയിം പ്രിൻസിപ്പിളാണ് രത്നങ്ങളുടെ കാര്യത്തിനകത്തും. പലരും ഓപ്പോസിറ്റായിട്ടുള്ള രത്നങ്ങൾ നിർദ്ദേശിക്കുകയും ഓപ്പോസിറ്റായിട്ടുള്ള രത്നങ്ങൾ ധരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഞാനതിൻ്റെ ഒരു ടിപ്പാണ് പറഞ്ഞിരിക്കുന്നത്. എപ്പോഴും നമുക്ക് ഫേവറബിളായിട്ടുള്ള പ്ലാനറ്റ്സ് 1, 2, 3 കാണാം. അതിൽ കൂടുതൽ കാണാൻ ബുദ്ധിമുട്ടാണ്, എന്നാ കൊണ്ട്. അപ്പോൾ അത് ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കുകയും അത് നമ്മൾ അതിൻ്റെ സ്റ്റോൺസ് യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഫലം ഉണ്ടാകുന്നത്. അത് ദശാകാലങ്ങളുമായിട്ട് ഒരു ബന്ധവും വരുന്നില്ല. ഒരു കുട്ടി ജനിച്ചാൽ ഇനി വരാൻ പോകുന്ന ദശാകാലങ്ങൾ അനുസരിച്ച് കല്ലുകൾ മാറി ധരിക്കുക, അതൊക്കെ ഭയങ്കര ശുദ്ധമായ മണ്ടത്തരവും അബദ്ധമായിരിക്കും അത്.
വെൽക്കം ബാക്ക് ടു രത്നശാസ്ത്ര. നമ്മൾ ടാൻസനൈറ്റ് എന്ന രത്നത്തെക്കുറിച്ച് പറഞ്ഞു, അതുപോലെ തന്നെ ബ്ലൂ സഫയറിനെ കുറിച്ച് പറഞ്ഞു. കാരണം ബ്ലൂ സഫയറിനെ എല്ലാവരും ഒരു ഭയപ്പാടോടെ കളിക്കാവോ എന്നുള്ളതാണ്. അത് ആൾക്കാർ ചോദിക്കാറുണ്ട്, ഇത് കുറച്ച് ദിവസം തലയുടെ അവിടെ വെച്ച് നോക്കണോ, കയ്യിൽ അങ്ങനെ ഒന്നും. അതൊക്കെ എന്തൊക്കെയോ അങ്ങനത്തെ ഒരുപാട് അബദ്ധധാരണകളുണ്ട്. പക്ഷെ നമ്മൾ കല്ലിനെക്കുറിച്ച് ശരിക്കും ഡീപ്പായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതെല്ലാം ഒരു അബദ്ധ ചിന്താഗതിയാണ്. കാരണം നമ്മൾ ധരിക്കുമ്പോഴാണ് ആ കല്ല് നമുക്ക് ആക്ടിവേറ്റഡ് ആകുന്നത്. അത് നമ്മുടെ ശരീരത്തിൽ അത് ഉണ്ടാവണം അല്ലേ? അതെ. ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ചിലടത്ത് കല്ല് അവർ കയ്യേലിങ്ങനെ വെച്ച് കെട്ടിക്കൊണ്ട് നോക്കും. അതെന്താണെന്ന് വെച്ചാൽ അവർക്ക് ഷുവറിറ്റി ഇല്ല, ഈ രത്നമാണോ ഈ വ്യക്തിക്ക് സൂട്ടബിൾ ആണോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർ കെട്ടുന്നതാണ്. ഒരു പരീക്ഷണം. എന്നാൽ അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ രത്നങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് റിസൾട്ട് തരുന്ന ഒരു സംഭവമല്ല. ഒരു 90% രത്നങ്ങളും അങ്ങനെയാണ്. അത് സ്ലോലിയാണ് നമ്മുടെ ബോഡിയിൽ അതിൻ്റെ എനർജി വരത്തുള്ളൂ. മനസ്സിലായി? ഇപ്പോൾ ഒരു ക്യാപ്സൂൾ എടുത്ത് വിഴുങ്ങുന്ന പോലല്ല, നമ്മൾ ആ കല്ല് നമ്മുടെ ബോഡിയിലേക്ക് എനർജി കയറി സിമുലേറ്റ് ചെയ്ത് വരണം. എന്നാൽ മാത്രമേ അവരിത് കിട്ടും. അല്ലെങ്കിൽ വലിയ കല്ല് വെച്ച് നമ്മൾ കയ്യെ വെച്ച് കെട്ടണം. ഈ കൈ വെച്ച് കിട്ടുന്ന കാര്യം എന്താ, നമ്മൾ ഒരാളുടെ ബർത്ത് ഡീറ്റെയിൽസ് കൃത്യമായി കിട്ടിയാൽ, അതിൻ്റെ ഡിവിഷണൽ ചാർട്ടുകൾ ചെക്ക് ചെയ്താൽ കൃത്യമായിട്ട് നമുക്ക് പറയാലോ ഇതാണ് ഈ രക്തമാണ് ഇദ്ദേഹത്തിനെന്ന് അറിയാൻ പറ്റണം. അത് കിട്ടേണ്ട കാര്യം. ഞാൻ ഇതുവരെയും ഒരാൾക്കും പരീക്ഷണാർത്ഥം കല്ല് കൊടുത്തിട്ടില്ല. സ്ട്രെയിറ്റ് അവേ അത് കെട്ടിക്കൊടുക്കുക ചെയ്യുന്നത്. ആ കോൺഫിഡൻസ് നമുക്കുണ്ട്. അതായിരിക്കണം ആ സയൻസ്. അപ്പോൾ അതിനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വിവിധ രത്നങ്ങളെക്കുറിച്ചും അതിലടങ്ങിയിരിക്കുന്ന കണ്ടൻറ്റുകളെക്കുറിച്ചും അതിൻ്റെ ഹാർഡ്നെസ്സിനെക്കുറിച്ചും എല്ലാം നമ്മൾ ബോധവാൻ ആയിരിക്കണം. ഈ ഹാർഡ്നെസ് ഉള്ള രത്നങ്ങൾ നമ്മളുടെ ബോഡിയിൽ അത് പെട്ടെന്ന് ആക്ടിവേറ്റഡ് ആകും. മറ്റ് രത്നങ്ങൾ കാരണം സോഫ്റ്റായിട്ടുള്ള രത്നങ്ങൾ അതിൻ്റെ ടൈം എടുക്കും. മനസ്സിലായില്ലേ? അപ്പം ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഈ മുമ്പേ ചോദിച്ച ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം ഞാൻ ഒരു ചാർട്ട് മുഖേന ഞാൻ പറഞ്ഞുതരാം. എന്ന് വെച്ചാൽ ഇത് നമുക്ക് ഒരു പർട്ടിക്കുലർ ചാർട്ടാണ്. ഇത് 1969 ചാർട്ടാണ്. ചിങ്ങ ലഗ്നം. ലഗ്നത്തിൻ്റെ 7th ഹൗസ് എന്ന് പറയുന്നത് കുംഭമാണ്. ചിങ്ങത്തിൻ്റെ അവിടുന്ന് ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം 7th ഹൗസ്. അത് ശരിക്കും ശനിയുടെ ഹൗസാണ്. ഈ വ്യക്തിയുടെ 7th ഹൗസിൽ രാഹു എന്ന് പറഞ്ഞ പ്ലാനറ്റാണ് നിൽക്കുന്നത്. ശനിയല്ല അവിടെ നിൽക്കുന്നത്, രാഹുവാണ് നിൽക്കുന്നത്. ആ ശനി പോയി നീചത്തിൽ പോയി നിൽക്കുന്നു. അപ്പോൾ 7th ഹൗസ് എന്ന് പറയുന്ന ഹൗസ് മെൻ ഫോർ പാർട്ണർഷിപ്പാണ്. ലൈഫ് പാർട്ണർ, ബിസിനസ് പാർട്ണർ, ഈ രണ്ടും പാർട്ണർഷിപ്പാണ്. ഈ പാർട്ണർഷിപ്പ് ഇദ്ദേഹം ഒരു ബിസിനസ് നടക്കുന്ന ആളാണെങ്കിൽ പുള്ളിക്ക് ഒരിക്കലും പാർട്ണർഷിപ്പ് ശരിയാകുന്ന ഒരാളല്ല. 7th ഹൗസ് മെൻ ഫോർ പാർട്ണർഷിപ്പ് ലൈഫ് പാർട്ണർ ആണെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്തൃസ്ഥാനം. ഇദ്ദേഹം ഒരു പുരുഷനായതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഭാര്യാസ്ഥാനം ആണ് ഈ 7th ഹൗസ് എന്ന് പറയുന്നത്. നമ്മളാളുടെ പേരോ ആളുടെ ഇയർ ബർത്ത് ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല, ജസ്റ്റ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ 7ാം ഭാവത്തിൽ നിൽക്കേണ്ട ശനി നീചത്തിൽ പോയി മേടത്തിൽ നിൽക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു പീരീഡ് നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ 2019 വരെ ഇദ്ദേഹത്തിന് വ്യാഴദശയായിരുന്നു. വിവിധ ഇത് കഴിഞ്ഞിട്ട് വന്നിട്ട് വ്യാഴദശ വന്ന്, അതായത് 2003 മുതൽ 2019 വരെയുള്ള പീരീഡ്. ആ വ്യാഴദശ വലിയ കുഴപ്പമില്ലാതെ പോയി. കാരണം വ്യാഴം അദ്ദേഹത്തിൻ്റെ 2nd ഹൗസിൽ കന്നിയിൽ ചന്ദ്രനും വ്യാഴവും കൂടെ ചേർന്ന് നിൽക്കുന്നത് നല്ലൊരു സിംറ്റമാണ്. അപ്പോൾ ആ പുള്ളിക്ക് നല്ല ജോലിയും വെളിയിലാണ്, ഇവിടെയാണ് എല്ലാ കാര്യങ്ങളും ഒക്കെ വന്നതാണ്. പക്ഷേ 2019 ശനി ദശ തുടങ്ങിയതോടുകൂടി തന്നെ അദ്ദേഹത്തിന് ഫാമിലി ആയിട്ടുള്ള ഒരുപാട് ഡിസ്പ്യൂട്ടുകൾ കാര്യങ്ങൾ വന്നു. ഇതിന് മുന്നേ ഉണ്ട്, പക്ഷെ അത് മാനേജബിളായിട്ട് പോയി. ഇപ്പോൾ 2019 മുന്നേ ഇപ്പോൾ ആൾ ഇവിടെ ഇല്ലായിരുന്നു, രണ്ടുപേരും അവിടെ ഇവിടെയായിട്ട് നിന്നിരുന്നു. മനസ്സിലായില്ലേ? 2019 കാണുമ്പോൾ കറക്റ്റ് ആളിവിടെ വന്നു. അപ്പോൾ ഡിഫറൻസ് ഇൻ ഒപ്പീനിയൻ കൂടി അത് കോർട്ട് കേസിലേക്ക് പോയ ഒരു സാഹചര്യത്തിലാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ 2019 മുതൽ ശനിദശയാണ്. അപ്പം ദശാകാലം അനുസരിച്ചാണെങ്കിൽ അദ്ദേഹത്തിന് ശനിയുടെ കല്ല് കൊടുക്കണ്ടേ? ഒരിക്കൽ പോലും കൊടുക്കാൻ പാടില്ല. കാരണം ഓൾറെഡി ആ ശനി വളരെ നെഗറ്റീവായിട്ട് ഇദ്ദേഹത്തിന് ഓപ്പോസിറ്റ് ഫലങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ അതിൻ്റെ സ്റ്റോണും കൂടെ കൊടുക്കുമ്പോൾ ആ ഗ്രഹം വീണ്ടും വഷളായി പോവുക ചെയ്യത്തുള്ളൂ.
നമ്മളെപ്പോഴും പറയാനുള്ള കാര്യമാണ് ആക്ടിവേഷൻ. എപ്പോഴും രത്നങ്ങൾ ആക്ടിവേഷൻ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ ഈ ശനി ഇങ്ങനെ റോങ് സൈഡിൽ നിൽക്കുന്നതിനെ പോസിറ്റീവ് ആക്കി കൊണ്ടുവരാൻ ശനിയുടെ ഒരു രത്നത്തിനും സാധിക്കത്തില്ല. മറിച്ച് അദ്ദേഹത്തിന് സ്യൂട്ടബിളായിട്ട്, അദ്ദേഹത്തെ ഹെൽപ്ഫുള്ളായിട്ട് നിൽക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ചിങ്ങലഗ്നം എന്ന് പറഞ്ഞാൽ എൻ്റെ ലഗ്നാധിപൻ തന്നെ സൂര്യനാണ്. അതും നീചത്തിലാണ് നിൽക്കുന്നത്. എന്നാലും ലഗ്നാധിപത്യത്തിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് ഇതിനകത്ത്. അപ്പം ആ ചിങ്ങ ലഗ്നത്തിൻ്റെ അധിപനായ സൂര്യൻ്റെ സ്റ്റോൺ റൂബി കൊടുക്കാം, കുറച്ചും കൂടെ ഇറക്കി. കാരണം പുള്ളി ആളങ്ങ് ഡൗൺ ആയി പോയി. ആൾ ഈ ഒരു മാനസികമായ പ്രശ്നങ്ങൾ കാരണം, ഫാമിലി ഇഷ്യൂസ് കാരണം പുള്ളി ഡൗൺ ആയി. ഇദ്ദേഹത്തിനെ സൂര്യൻ നല്ല നമ്മളെ പൊക്കി ഉയർത്തിക്കൊണ്ട് വരുന്ന പ്ലാനറ്റ് അറിയാലോ. നമുക്ക് എക്സ്പോഷർ തരുന്ന ആളാണ്, റെക്കഗ്നീഷൻ തരുന്ന പ്ലാനറ്റാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ആ സൂര്യരത്നമായിട്ടുള്ള റൂബി നമ്പർ 1. അതിൻ്റെ കൂടെ കൊടുത്തിരിക്കുന്നത് ചന്ദ്രൻ്റെ രത്നമാണ്. കാരണം ഇദ്ദേഹത്തിന് ഇങ്ങനെ വരുമ്പോൾ നമുക്കൊരു വെട്ടവും വെളിച്ചവും നമുക്കില്ലാത്തൊരവസ്ഥ വരും. കാരണം ഈ നീണ്ട 19 വർഷം പുള്ളി ഇത് അനുഭവിക്കേണ്ട ഒരു മനുഷ്യനും പല പല പ്രശ്നങ്ങൾ കാരണം ഇദ്ദേഹത്തിൻ്റെ ലൈഫിലൊരു ഇരുണ്ട് മൂടിക്കെട്ടി. അത് എന്നോട് സംസാരിക്കുകയും ചെയ്തു. സാർ വല്ലാത്തൊരവസ്ഥയല്ല, നമ്മൾ ജോലി ഇങ്ങനെ ചെയ്ത് പോകുന്നു, കാര്യങ്ങൾ കൊണ്ടുപോകുന്നു എന്നുള്ളതല്ലാതെ, ചിരിച്ചുകൊണ്ട് നടക്കുന്നു എന്നുള്ളതല്ലാതെ ഉള്ളിൽ ഒരു വലിയൊരു അഗ്നിപർവ്വതമാണ് പുകയുന്നതെന്ന് പുള്ളി പറഞ്ഞത്. അപ്പോൾ എന്താ ചെയ്യുന്നത്, ലൈറ്റില്ല. അപ്പോൾ സൂര്യ ചന്ദ്രന്മാർ രണ്ടും ഇവിടെ പുള്ളിയെ തുണയ്ക്കുന്ന പ്ലാനറ്റ്സാണ്. സൂര്യൻ നീചത്തിലാണ്, ലഗ്നാധിപനാണ്. ചന്ദ്രൻ പുള്ളിയുടെ സെക്കൻഡ് ഹൗസിൽ മണി മാറ്റേഴ്സും എല്ലാം കൈകാര്യം ചെയ്യുന്ന സെക്കൻഡ് ഹൗസ് ചന്ദ്രനുമാണ്. ഈ രണ്ട് പേരുടെ സ്റ്റോണാണ് പുള്ളി യൂസ് ചെയ്യുന്നത്. അതിപ്പോൾ ഒരു 6 to 7 months ആയിട്ട് പുള്ളി യൂസ് ചെയ്യുന്നുണ്ട്. പുള്ളിക്ക് അതിനകത്ത് ഒരുപാട് പോസിറ്റീവ് റിസൾട്ട് പുള്ളി എന്നെ വിളിച്ച് പറയുകയും ചെയ്യുന്നു. പുള്ളി എല്ലാത്തിനും ഒരു ധൈര്യം മനസ്സിന് വന്നു, കോൺഫിഡൻസ് വന്നു. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഗ്രഹങ്ങളാണ്, അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഗ്രഹം സൂര്യനും ചന്ദ്രനുമാണ്. അപ്പോൾ അവരെയാണ് നമ്മൾ കൂടെ കൂട്ടേണ്ടത്. അവരെ കൂട്ടേണ്ടത് സൂര്യചന്ദ്രന്മാർ അച്ഛനും അമ്മയാണ്. സൂര്യൻ അച്ഛനും ചന്ദ്രൻ അമ്മയാണ്. അപ്പോൾ ഫാമിലി എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും പുള്ളി വളരെ സപ്പോർട്ടീവാണ്. അവരാണ് എപ്പോഴും കരുതി പോകുന്നത്. 7th ഹൗസിൽ നിൽക്കുന്ന ഗ്രഹം നീചത്തിൽ പോയതുകൊണ്ട് ആ ലൈഫ് പാർട്ണറിൽ നിന്ന് അവരെ സപ്പോർട്ടുകളൊന്നും വരുന്നില്ല. അത് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രീവിയസ് ബർത്ത് കർമ്മയുടെ ഭാഗമായിട്ടാണ് വന്നിരിക്കുന്നത്. അല്ലാതെ ഇദ്ദേഹത്തിൻ്റെ ഒരു കുഴപ്പമില്ല. ഇദ്ദേഹം ജനിച്ചത് ആ ദിവസമായിപ്പോയി, ഈ പ്ലാനറ്ററി പൊസിഷനിലായിപ്പോയി. അത് ആരെ കുറ്റപ്പെടുത്താൻ പറ്റും? ഇല്ല. അപ്പോൾ എന്തോ അതാണ് നമ്മളെ ആചാര്യന്മാർ പറയുന്നത്, പഴയ പൂർവ്വജന്മം കൊണ്ടുണ്ടാകുന്ന പ്ലസ് ആൻഡ് മൈനസ് പോയിൻ്റാണ് മനുഷ്യർ വരുന്നത്. ആ പൂർവ്വജന്മത്തിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റാണ് ഇപ്പോഴത്തെ ബർത്ത് ചാർട്ട് എന്ന് പറയുന്നത്. രത്നങ്ങൾ ഇടുമ്പോൾ വളരെ നമ്മൾ കെയർഫുള്ളായിട്ട് നോക്കി അറിയാവുന്നവരെ കൊണ്ടത് പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം വേണം ഇടാൻ. അല്ലാതെ അത് കൈവച്ച് നോക്കുകയും തലേണടി കൊണ്ടുവെക്കുകയും അങ്ങനെ ആവശ്യമില്ല. ഈ പറഞ്ഞ പോലെ ദശാകാലങ്ങൾ മാത്രം നോക്കിയും നമ്മൾ രത്നധാരണത്തിലേക്ക് പോകരുത്. അങ്ങനെയുള്ള കാര്യം കൃത്യമായിട്ട് നമ്മൾ ഒരു ചാർട്ടിനെ വിശകലനം ചെയ്തതിന് ശേഷം വേണം പോകാനായിട്ട്. എനിക്ക് തോന്നുന്നു അപൂർവമായ രക്തത്തെ നമ്മൾ പരിചയപ്പെടുത്തി, അതോടൊപ്പം തന്നെ വളരെ ഭയപ്പാടോടെ പലരും നോക്കിക്കാണുന്ന ബ്ലൂ സഫയറിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ നമ്മുടെ എപ്പിസോഡിലുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ വെട്ടവും വെളിച്ചവും തരുന്ന ഗ്രഹങ്ങൾ, അവയുടെ രത്നങ്ങളെക്കുറിച്ച് നമുക്ക് ഇനി വരുന്ന എപ്പിസോഡിൽ നമുക്ക് ഉൾപ്പെടുത്തണം. ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ള സമയമായി. അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.